ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ, നമ്മൾ രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്നവർ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ, ശിവഭഗവാന്റെ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുകയൊക്കെ ആണെങ്കിൽ ആ രോഗദുരിതങ്ങളിൽ നിന്ന്, അതായത് പലതരത്തിലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ രോഗദുരിതങ്ങളിൽ നിന്ന് വളരെ വേഗം തന്നെ അവർക്ക് സുഖപ്രാപ്തി ഉണ്ടാകാൻ ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചാൽ മതിയാകും. മന്ത്രം മാത്രം ജപിച്ചാൽ പോരാ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണം, മെഡിസിൻസൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കുകയും വേണം. പക്ഷേ ഭഗവാന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. ശിവഭഗവാന്റെ പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് പ്രായമായ ആളുകൾക്ക് ഒരു ഭയമാണ്, ഞാൻ മരിച്ചു പോവുമോ. മിക്ക ആളുകളിലും ഉണ്ട്, കൂടുതലും പ്രായമായവരിലാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഭയത്തെ മറികടക്കാനും നമുക്കിത് വളരെയധികം സഹായിക്കും. അതായത് മൃത്യു എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നാച്ചുറലി നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയിൽ ജന്മമെടുത്താൽ നമുക്ക് ആർക്കാണെങ്കിലും മരണം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ജയിക്കാനുള്ള ഒരു മന്ത്രമൊന്നും നമ്മൾ ആരും ഇതിനെ കരുതരുത്. പകരം നമുക്ക് ഈ ഭൂമിയിൽ ഉള്ള ജീവിതം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, അതായത് അസുഖങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ്, അതുപോലെ ഓപ്പറേഷൻസ്, അങ്ങനെ അടിക്കടി ഓരോ രോഗങ്ങൾ കൊണ്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ എപ്പോഴും സുഖമായിട്ടും സന്തോഷമായിട്ടും, അതുപോലെ ദുരിതങ്ങളൊന്നുമില്ലാതെ, മറ്റ് രോഗത്തെ പറ്റിയുള്ള ഒരു ടെൻഷൻസും അങ്ങനെയൊന്നുമില്ലാതെ സന്തോഷമായിട്ടുള്ള ലൈഫ് നന്നായിട്ടിരിക്കാനും, പിന്നീട് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ, അതായത് ഒരു വേദനയും കഷ്ടപ്പാടും ഒന്നും അനുഭവിക്കാതെ തന്നെ ഭഗവാൻ നമ്മളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലയിച്ചു ചേരാനും നമുക്ക് സാധിക്കാൻ ആണ് നമ്മൾ മെയിനായിട്ടും മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. അതെന്നും രാത്രികളിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ചോളുക. അതായത് എത്ര വലിയ രോഗദുരിതങ്ങൾ നിങ്ങളെ അലട്ടുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഖം പ്രാപ്തി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രായമായ ആളുകളാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും, കുട്ടികൾക്കും അസുഖങ്ങളുണ്ടല്ലോ, ആർക്കായാലും അസുഖങ്ങൾ വരും. അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എപ്പോഴും നല്ല എനർജറ്റിക്കായിട്ട് ഇരിക്കാനും ഭഗവാന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കിട്ടാനും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേം സുഗന്ധിം പുഷ്ടിവർദ്ധന ഉർവാരുവമിവ ബന്ധനാൽ മൃത്യോ മുക്ഷ്യമാം അമൃതാത്. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങളൊരു 3 പ്രാവശ്യം നിങ്ങൾ ജപിച്ചിട്ട് കിടക്കുക. അതെന്ന് രാത്രികളിൽ നിങ്ങൾ ജപിക്കാൻ നോക്കുക. രാത്രിയിൽ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് നല്ല വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ജപിക്കാൻ നോക്കുക. അപ്പോൾ ഈ 2 ടൈമിൽ ജപിക്കാം. അതുപോലെ രാത്രി നമ്മൾ മാംസാദികളൊക്കെ ഭക്ഷിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രി ജപിക്കരുത്. കാര്യം മന്ത്രം അത്ര എനർജറ്റിക്കാണ്, അത്ര പവർഫുള്ളാണ്, ആ ഒരു മന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ നമ്മൾ മാംസാദികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കരുത്. പകരം നമ്മൾ പ്രഭാതത്തിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ജപിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ രോഗങ്ങൾ കൊണ്ടും അങ്ങനെ വിഷമിക്കുന്ന ആളുകൾ, ദുരിതങ്ങൾ കൊണ്ടും ആക്സിഡൻസ് കൊണ്ടും അങ്ങനെ ഓരോ തരത്തിലാണല്ലോ ആളുകൾക്ക് ഓരോ തരത്തിലാണല്ലോ വിഷമങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവർ അവരുടെ നാൾ വരുന്ന ദിവസം, അതായത് പക്കപ്പിറന്നാൾ വരുന്ന ദിവസം, ഇപ്പോൾ ഏത് നാളായാലും ആ പക്കപ്പിറന്നാൾ അവരുടെ നാൾ വരുന്ന ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ മഹാമൃത്യുഞ്ജയ ഹോമം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂജയല്ല, മൃത്യുഞ്ജയ ഹോമം. അത് ഏകദേശം ഒരു 350-500 നമുക്ക് നിൽക്കും, ദക്ഷിണയെല്ലാം. അപ്പോൾ ആ ഒരു റേറ്റേ ആവത്തുള്ളൂ, വലിയ റേറ്റൊന്നും ആവുന്നില്ല. പക്ഷേ നമ്മൾ ആ അമ്പലത്തിൽ ആ ഒരു ഹോമം നടത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് രസീത് എഴുതിയിട്ട് നമ്മളങ്ങ് വീട്ടിൽ പോകാൻ പാടില്ല. പകരം ആ പൂജ നടക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണോ അത് നടത്തുന്നത്, ഒന്നുകിൽ ആ ആൾ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ആളിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ട് അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ, അതാണ് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ, അങ്ങനെ അച്ഛൻ, അങ്ങനെ അത്രയും ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും മനസ്സെരിഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആൾ തന്നെ ഉണ്ടായിരിക്കണം. കാര്യമെന്ന് വെച്ചാൽ തിരുമേനി
ആ ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ എള്ളും ഇതെല്ലാം അതിനകത്ത് പിന്നെ ഹോമിക്കണം. അപ്പോൾ ആ ഓരോ ടൈമിലും നമ്മളിങ്ങനെ എള്ളിങ്ങനെ പൂ അർപ്പിക്കണം, അങ്ങനെ ഓരോന്നും നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ടൈമിൽ അവർ 1008 പ്രാവശ്യമാണ് അത് ഹോമിക്കുന്നത്. അപ്പോൾ ആ ടൈമിലെല്ലാം ഈ ആളിനെ കൊണ്ട് തന്നെ, ഈ ആർക്കാണോ ഇത്രയും ദുരിതമായിട്ടുള്ളത്, ആ ആൾ ദോഷമൊക്കെ ഉള്ളവർ അവർ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിരിക്കും. പിന്നെ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റാതെ അവശതയൊക്കെ ആണെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അത്രയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ പോയാലും മതിയാകും. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ വർഷത്തിലൊരു മൃത്യുഞ്ജയ ഹോമം നടത്തുക, അങ്ങനെ ചെയ്താലും മതിയാകും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വർഷത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയതിന് ശേഷം പിന്നെയും നിങ്ങൾ കഷ്ടതകൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മാസവും കൂടെ, അതായത് ഇത് കൂടാതെ ഒരു മൃത്യുഞ്ജയ അർച്ചനയായിട്ട് 3 മാസം നടത്താൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് ഇയറിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഇല്ലേലും ഭഗവാന് വേണ്ടി ഭഗവാനെ അർപ്പിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതമേ ഭഗവാനിൽ അർപ്പിച്ചുള്ള ജീവിതമാണല്ലോ. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ ഭഗവാനെ അർപ്പിച്ചൊരു മൃത്യുഞ്ജയ ഹോമം നടത്താൻ ശ്രദ്ധിക്കുക. വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിൽ നടത്തിയാൽ മതിയാവും. മറ്റതെല്ലാവരെയും അനുഭവമായിട്ട് വരും. പിന്നെ ആർക്കാണോ പ്രശ്നം, ഗൃഹനാഥനാണെങ്കിൽ അവർക്ക്, ഗൃഹനാഥയ്ക്കാണെങ്കിൽ അവർക്ക്, ആർക്കാണോ ഇങ്ങനെ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അവരുടെ പേരിൽ നടത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. മഹാദേവ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.